ഹായ് ഫ്രണ്ട്സ്, ഷാസവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ബിഗോണിയ പ്ലാന്റ് കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ബിഗോണിയയുടെ നല്ല അടിപൊളി കളക്ഷൻസ്, കുറച്ചധികം കളക്ഷന് ഇപ്പോൾ നമുക്ക് സെയിലിന് അവൈലബിൾ ആണ് കേട്ടോ. അതിൽ കുറേ മീഡിയം സൈസ് പ്ലാന്റാണ്, കുറച്ച് മദർ പ്ലാന്റും ഉണ്ട്. അതായത് മദർ പ്ലാന്റ് അന്വേഷിക്കുന്ന കുറേ ആളുകളുണ്ട്, കാരണം ബുഷിയ പ്ലാന്റ് അല്ലേ. അപ്പോൾ അവർക്ക് വലിയ പോട്ടിലുള്ള പ്ലാന്റ് വെക്കാൻ ചോദിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് മദർ പ്ലാന്റുകളും കൂടെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്ലാന്റുകൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പ്ലാന്റുകൾ ഏതൊക്കെയെന്ന് കാണുന്നതിന് മുന്നേ ആയിട്ട് ഞാനൊരു കാര്യം പറയാം കേട്ടോ. അത് പ്രത്യേകം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് പ്ലാന്റ് മേടിച്ച് കഴിയും. പ്ലാന്റ് മേടിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നതിന് ശേഷം ഞാൻ ഒരു വീഡിയോ അയച്ചു തരാറുണ്ട്. അതായത് അതിൻ്റെ പോട്ട് മിക്സ് എങ്ങനെയാണ്, അതിൻ്റെ കെയറിങ് എങ്ങനെയാണ്, അതിൻ്റെ വാട്ടറിങ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഞാൻ 3 വീഡിയോസൊക്കെ എല്ലാവർക്കും അയച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ആരും വീഡിയോ കാണാറില്ല. കണ്ടു എന്നൊക്കെ പറയുമെങ്കിലും വീഡിയോ കാണാറില്ല. എന്നിട്ട് പ്ലാന്റുകൾ പോട്ട് ചെയ്യും. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മൺഡേ ഞാൻ ഒരാൾക്ക് ഒരുപാട് ബിഗോണിയ പ്ലാന്റുകൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പുതിയ റയർ വെറൈറ്റി, അതായത് കോസ്റ്റ്ലി പ്ലാന്റ് എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ആ പ്ലാന്റുകളൊക്കെ കുറേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു കേട്ടോ, പോട്ട് മിക്സ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏട്ടന് വീഡിയോ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. എന്നിട്ട് എന്നോട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു വലിയ പ്ലാന്റുകളും ചെറിയ പ്ലാന്റും ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ പ്ലാന്റുകൾ വാടിപ്പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, വെള്ളം ഒഴിച്ചു കൊടുക്കണം അങ്ങനെയൊക്കെ ആന്നൊക്കെ പറഞ്ഞിട്ട് അവർ പിന്നെ അടുത്ത ആഴ്ച ആയി കഴിഞ്ഞപ്പോൾ അവർ ഞാൻ പറഞ്ഞു പ്ലാന്റിൻ്റെ വീഡിയോ ഒന്ന് എടുത്ത് അയക്കുമെന്ന്. അപ്പോൾ അവർ വീഡിയോ എടുത്ത് എനിക്ക് ഓരോന്നിൻ്റെ വീഡിയോ എടുത്ത് അയച്ചു തന്നപ്പോൾ ഞാൻ പറഞ്ഞു ഏട്ടാ, നിങ്ങളുടെ പോട്ട് മിക്സിൽ എന്തോ പ്രശ്നമുണ്ട്, പ്ലാന്റൊക്കെ ഡ്രൈ ആയിട്ടാണല്ലോ ഉള്ളത്, പോട്ട് മിക്സ് ഡ്രൈ ആയിട്ടാണുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഏട്ടൻ എന്നോട് പറഞ്ഞു ആദ്യത്തെ പോട്ട് മിക്സിൻ്റെ കാര്യം പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർ പോട്ട് ചെയ്തിട്ടുള്ളത്, ബാക്കിയൊക്കെ സംഭവം ഓക്കെയാണ്, പക്ഷേ പോട്ട് മിക്സ് വെറും മണൽ മാത്രം ഇട്ടിട്ടാണ് അവർ പോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും മണൽ മാത്രം ഇട്ടിട്ട് ഒരിക്കലും പോട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. കാരണം മണൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ കുറേ കഴിയുമ്പോൾ, ഇപ്പോൾ വെയിലൊക്കെ ചൂട് കൂടി കഴിയുമ്പോൾ മണൽ കൂടുമ്പോൾ പ്ലാന്റുകൾ പൊള്ളാറാണ്, ചൂട് കൂടല്ലേ. അപ്പോൾ ബിഗോണിയ പ്ലാന്റ് എപ്പോഴും വെള്ളം ധാരാളം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഒരു ബിഗോണിയുടെ ഒരു ലീഫ് എടുത്തിട്ട് നമ്മളൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് വെള്ളമാണ് വരുന്നത്. അപ്പോൾ വെള്ളം നല്ല രീതിയിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു പ്ലാന്റാണ് ബിഗോണിയ പ്ലാന്റ്. അപ്പോൾ അതിന് തണുപ്പ് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പോട്ട് മിക്സിൽ നല്ല രീതിയിൽ കൊക്കോപീറ്റ് ഉൾപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ പോട്ട് മിക്സിൻ്റെ വീഡിയോ അയച്ചു തരാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ പോട്ട് ചെയ്യാൻ നോക്കണം. അപ്പോൾ അധികം ആളുകളും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചിലവർക്ക് ഉണ്ടാവുന്നില്ല എന്ന് പറയാൻ എന്തെങ്കിലും അവരുടെ കയ്യിലൊരു മിസ്റ്റേക്കുകൾ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പ്ലാന്റ് വളരട്ടെ എന്നിട്ട് ഒരുപാട് വളങ്ങളൊക്കെ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അധികം വളങ്ങളൊന്നും ഓവറായിട്ട് കൊടുക്കരുത്. ഓരോ പോട്ടിലേക്ക് വേണ്ട കുറച്ച് വളങ്ങൾ മാത്രമാണ് നമ്മൾ പോട്ട് മിക്സിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ കേട്ടോ. ഏത് ക്ലൈമറ്റിലും, ഒരു ചൂടാണെങ്കിലും മഴയാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ അതിന് കൊടുക്കേണ്ടതായ ഒരു പോട്ട് മിക്സും കെയറിങ്ങും കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാലത്തും ബിഗോണി നശിച്ചു പോവില്ല കേട്ടോ. അതിന് തെളിവാണ് ഞങ്ങൾ ഈ സെല്ലേഴ്സൊക്കെ വർഷങ്ങളായിട്ട് ഓരോ പ്ലാന്റും ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബിഗോണിയുടെ പോട്ട് മിക്സ് കുറേ മിശ്രിതങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണല്ലോ. അപ്പോൾ എല്ലാവർക്കും അത് ഉണ്ടാക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ മണൽ അതിൻ്റെ ഒരുപാട് സാധനങ്ങളൊന്നും റെഡിയാക്കിയിട്ട് പോട്ട് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നല്ലൊരു ബിഗോണിയ പോട്ട് മിക്സ് ഉണ്ട്. ഫാസ്റ്റ് ഗ്രോത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ കംപ്ലൈൻ്റ് ആവാത്ത പോട്ട് മിക്സും കൂടെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഇതാണ് അപ്പോൾ നമ്മുടെ പോട്ട് മിക്സ് കേട്ടോ. അപ്പോൾ ഇത് ഹാൻഡ് മെയ്ഡ് പോട്ട് മിക്സ് ആണ്. ഇത് 1 കിലോനാട്ടോ ഒരു പാക്കറ്റിൽ വരുന്നത്. 1 കിലോയ്ക്ക് 350 രൂപയാണ് CC ഇതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഈ പോട്ട് മിക്സിൽ ഒരുപാട് മിശ്രിതങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കല്ലാത്തിയ, എപ്പീഷ്യ, ഫിറ്റോണിയ അതുപോലത്തെ പ്ലാന്റുകൾക്കൊക്കെ നടാൻ പറ്റിയൊരു അടിപൊളി പോട്ട് മിക്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ പോട്ട് മിക്സും കൂടെ വേണ്ടവർ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ്. നല്ല റെഡും ബ്ലാക്കും കളർ കോമ്പിനേഷനിൽ അടിപൊളി പ്ലാന്റാണ്. അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കുന്ന മീഡിയം സൈസ് പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ മീഡിയം സൈസിൽ ആദ്യത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ. ഇത് വലുതാകും തോറും ഇതിലേക്ക് മജന്ത കളർ കയറി വരും കേട്ടോ. ബ്ലാക്കും റെഡും കളർ കോമ്പിനേഷന് നല്ല ഡാർക്കായിട്ട് വരിക. വലുതായി കഴിയുമ്പോൾ അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ. നല്ല മജന്തയും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. ഇത് വലുതായി കഴിയുമ്പോൾ മജന്ത കയറി വരും. നല്ല ഷൈനിങ് ആട്ടോ. ഇതിൻ്റെ ഓരോ ലിപ്സിനും ഇതിൻ്റെ അറ്റുഭാഗത്ത് നല്ലൊരു പ്രത്യേക കുണുക്ക് പോലെയാണ്. ഒരു നാരോ ഷേപ്പായിട്ടുള്ള അടിപൊളി കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതും. ഈ പ്ലാന്റ് ഉണ്ടോ വൈറ്റും ഗ്രീനും കളർ കോമ്പിനേഷൻ വരുന്ന നല്ല അടിപൊളി പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇതിൽ ഒരു വൈറ്റ് പേള് വെതറിയ പോലെ കേട്ടോ കാണാൻ. ഇതൊരു പുതിയ റയർ വെറൈറ്റി തന്നെയാണ്. എപ്പോഴും നമുക്കിത് സെയിലിന് കിട്ടാറില്ല കേട്ടോ.
അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ. ഗ്രീനും ബ്ലാക്കും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റാണ്. അതിനകത്ത് ഇപ്പോൾ ഒരു വൈറ്റ് കളർ ഡോട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇത് കുറച്ച് ഇളം സൺലൈറ്റ് കിട്ടിക്കഴിയുമ്പോൾ റെഡ് കളർ ഡോട്ട് കയറി വരും. നല്ലൊരു അടിപൊളി കേളി വെറൈറ്റി തന്നെയാണ് കേട്ടോ. ഇതും നല്ല ബിഗ് ലീഫ് ആവുന്നൊരു പ്ലാന്റാണ്. അടുത്ത പ്ലാന്റ് നമ്മുടെ ക്രിസ്മസ് ബിഗോണിയാണ് കേട്ടോ. ക്രിസ്മസിന് നല്ല അടിപൊളി പ്ലാന്റാണ്. മീഡിയം സൈസ് പ്ലാന്റിൽ ക്രിസ്മസ് ബിഗോണി വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. പ്ലാന്റ് നമ്മുടെ നല്ല അടിപൊളി കേളി വെറൈറ്റിയാണ് കേട്ടോ. ഇത് ബിഗ് ലീഫ് ആകുന്ന പ്ലാന്റാണ്, അറിയാലോ. നല്ല വലുതായി കഴിയുമ്പോൾ ഈ അറ്റ ഭാഗത്തുള്ള ബീട്രൂട്ട് കളർ കയറി വരും. നല്ല സൂപ്പർ അടിപൊളി പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതും. അടുത്ത പ്ലാന്റ് ഇതാണ് നമ്മുടെ മാർബിൾ ബിഗോണിയാണ് കേട്ടോ. നാരോ ഷേപ്പായിട്ടുള്ള ഒരു എന്താ പറയുക, വലിയ ബിഗ് ലീഫും അല്ല മിനിയേച്ചറും അല്ലാത്തൊരു വെറൈറ്റിയാണത്. അടുത്ത പ്ലാന്റ് നല്ലൊരു കേളി വെറൈറ്റി തന്നെയാണ് കേട്ടോ. നല്ല എന്താ പറയുക, സിൽവറും ബ്ലാക്കും ബ്രൗണും ഒക്കെ കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റാണ്. പ്ലാന്റ് വലുതായി കഴിയുമ്പോൾ ഇതിലേക്ക് ലാവണ്ടർ കളറ് കയറി വരും. നല്ലൊരു വയലറ്റ് കളർ ആവട്ടോ. നല്ല അടിപൊളി കണ്ടോ, അടിപൊളി കേളി വെറൈറ്റി തന്നെയാണത്. അടുത്ത നല്ലൊരു സിൽവറും ബ്രൗണും കളർ കോമ്പിനേഷൻ വരുന്ന ഇതും നല്ലൊരു പുതിയ വെറൈറ്റി തന്നെയാണ് കേട്ടോ. അടുത്ത വെറൈറ്റി നല്ലൊരു ഗ്രീൻ വെറൈറ്റിയാണ് കേട്ടോ. ഗ്രീനിൽ വൈറ്റ് പേള് വെതറിയ പോലെ നല്ല ഭംഗിയുള്ള അടിപൊളി പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇത് പുതിയ വെറൈറ്റിയാണിത്. അടുത്ത വെറൈറ്റി ഇതാണ് കേട്ടോ. ഗ്രീനും ബ്രൗണും കളർ കോമ്പിനേഷൻ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇത്. അയൺ ക്രോസിൻ്റെ ഒക്കെ വേറൊരു ഫാമിലിയിൽപ്പെട്ടതാണ് കേട്ടോ. അടുത്ത പ്ലാന്റ് ബ്രൗണും റോസും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റാണ് കേട്ടോ. ഇതും അതുപോലെ തന്നെ നല്ല ഷൈനിങ് ആയിട്ടുള്ള ലീഫാണ്. വലിയ ബിഗ് ലീഫ് ആവുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് വേറൊരു വെറൈറ്റി പ്ലാന്റാണ് കേട്ടോ. നല്ല ഡാർക്ക് ഗ്രീൻ കേട്ടോ. കരിമ്പച്ചയും വൈറ്റ് പേള് വെതറിയ പോലെയാണ് കേട്ടോ. നല്ല അടിപൊളി കേളിയാണ്. പെട്ടെന്ന് പോട്ട് ബുഷ് ആവുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. ഇത് വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. റോസും ഗ്രീനും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റാണ്. ഇത് വലിയ ബിഗ് ലീഫാണ് കേട്ടോ. ഇതിൻ്റെ മദർ പ്ലാന്റൊക്കെ ബുഷിയായ വലിയ പ്ലാന്റ് ഉണ്ട്. അടുത്ത പ്ലാന്റ് നല്ലൊരു കേളി വെറൈറ്റി തന്നെയാണ് കേട്ടോ. നല്ല റോസ് കളർ കയറി വരുന്ന വലിയ ബിഗ് ലീഫ് ആവുന്നൊരു കേളി വെറൈറ്റിയാണ് കേട്ടോ ഇതും. അടുത്ത പ്ലാന്റ് സിൽവറും ഗ്രീനും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റാണ്. നല്ല ഷൈനിങ് ആട്ടോ ഇതിൻ്റെ ലീവ്സിന്. ഇതൊന്നും വീഡിയോയിൽ ഇതിൻ്റെ തിളക്കൊന്നും നമുക്ക് അറിയില്ല, ഡയറക്റ്റ് കണ്ടാലേ അറിയത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ സിൽവർ കളർ ചോദിച്ചിട്ട് കുറേ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ പറ്റിയ കുറേ സിൽവർ വെറൈറ്റി ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ. ഇതിൻ്റെ നാടൻ വെറൈറ്റി ഉണ്ട്, പക്ഷേ ഇത് പുതിയ വെറൈറ്റിയാണ് കേട്ടോ. വലിയ ബിഗ് ലീഫാവും. ഇതിൻ്റെ കണ്ടോ, മുള്ളുകൾ എണീറ്റ് നിൽക്കുന്ന പോലെയാണ്. വലിയ ലീഫാവുന്ന പെട്ടെന്ന് പോട്ട് ബുഷ് ആവുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതും. അടുത്ത വെറൈറ്റി ഇതാണ് കേട്ടോ. ഡാർക്ക് ഗ്രീനും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റാണ് കേട്ടോ. ഇത് വലിയ ബിഗ് ലീഫാവും. ഇതിൻ്റെ രണ്ട് ഭാഗം കേളിയായിട്ടുള്ള അടിപൊളി പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ ഒക്കെ 1-2 വെറൈറ്റി മാത്രമേ ഉള്ളൂ കേട്ടോ. ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ ഈ പ്ലാന്റൊക്കെ അയച്ചു തരിക. അപ്പോൾ ഈ പ്ലാന്റ് കണ്ടോ, നല്ല പുതിയ റയർ വെറൈറ്റി തന്നെയാണ് കേട്ടോ. ഞാൻ ഈ റയർ വെറൈറ്റിയും എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കുന്നത് ഇപ്രാവശ്യം. അപ്പോൾ നല്ല ബ്രൗണും ഒരു ലൈറ്റ് ക്രീമും കളർ കോമ്പിനേഷൻ വരുന്ന പുതിയ വെറൈറ്റി ആട്ടോ. ഭയങ്കര ഭംഗിയാട്ടോ ഇത് ബുഷിയായി കഴിയുമ്പോൾ കണ്ടോ. ഇത് നല്ല ബിഗ് ലീഫ് ആവുന്നൊരു കേളി വെറൈറ്റിയാണ് കേട്ടോ. നല്ല ബ്രൗണും ഗ്രീനും കളർ കോമ്പിനേഷൻ വരും. എന്നിട്ട് റോസ് ഡോട്ട് വരും. പെട്ടെന്ന് പോട്ട് ബുഷി ആവുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ പ്ലാന്റ് കണ്ടോ, നല്ല അടിപൊളി കേളി വെറൈറ്റിയാണ് കേട്ടോ. ഭയങ്കര ഭംഗിയുള്ള കേളിയാണ്. നല്ല പിങ്കും ഗ്രീനും കളർ കോമ്പിനേഷൻ വരുന്ന അടിപൊളി കേളി വെറൈറ്റിയാണ്. അപ്പോൾ അടുത്ത വെറൈറ്റി ഇതാണ് കേട്ടോ. ഗ്രീനും ബ്ലാക്കും കളർ കോമ്പിനേഷൻ വരുന്ന നല്ല ബിഗ് ലീഫ് ആവുന്ന പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ മീഡിയം സൈസ് പ്ലാന്റ് എന്ന് പറഞ്ഞാലും നല്ല ഹെൽത്തി ആയ പ്ലാന്റ് മാത്രം കേട്ടോ ഞാൻ കൊടുക്കാറ്. കണ്ടോ, ഇത്രയും സ്റ്റെമ്പ് കട്ടിയായിട്ടുള്ള അടിപൊളി പ്ലാന്റാണ് കേട്ടോ ഇതൊക്കെ. അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ. നല്ല ബ്ലാക്കും ഗ്രീനും പിങ്കും കളർ കോമ്പിനേഷൻ വരുന്ന വലിയ ബിഗ് ലീഫ് ആവുന്ന അടിപൊളി സെമി കേളിയാണ് കേട്ടോ ഇത്. അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ. നല്ലൊരു കേളി വെറൈറ്റി തന്നെയാണ്. ബ്ലാക്കും ഗ്രീനും കളർ ഡോട്ടും ഒക്കെ ആയിട്ടുള്ള അടിപൊളി ബിഗ് ലീഫ് ആവുന്ന പ്ലാന്റാണ് കേട്ടോ ഇത്. നല്ലൊരു കെയിൻ ബിഗോണിയാണ് കേട്ടോ. കെയിൻ ബിഗോൺ എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ. കെയിൻ്റെ നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ ഇത്. നല്ല ഹെൽത്തി ആയ പ്ലാന്റാണ്. അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ. റെക്സ് ജൈവാണ്. നല്ല ഗ്രീനും ബ്ലാക്കും കളർ കോമ്പിനേഷൻ വരുന്ന അടിപൊളി പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഇത് നല്ല അടിപൊളി റെയർ വെറൈറ്റിയാണ് കേട്ടോ ഇത്. നമ്മളങ്ങനെ ചെയ്യുന്ന അത് വിട്ടിട്ടില്ല. ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊരു വലിയ ബിഗ് ലീഫും അല്ല, കുഞ്ഞ് മിനിയേച്ചറും അല്ലാത്തൊരു മീഡിയം സൈസ് ഭയങ്കര കളർ കോമ്പിനേഷനാണ് കേട്ടോ ഈ പ്ലാന്റിന്. അപ്പോൾ ഈ പ്ലാന്റ് നമുക്കിപ്പോൾ 1-2 പ്ലാന്റ് മാത്രമേ ഉള്ളൂ സെയിലിന്. അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ. നല്ല ലാവണ്ടർ കളർ കയറി വരും കേട്ടോ. കുറച്ച് ഇളം സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല സിൽവറും ഗ്രീനും ലാവണ്ടർ കളറായിരിക്കും. ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ ലാവണ്ടർ കളർ കയറി വരും കേട്ടോ. അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ. ബിഗ് ലീഫ് ആവുന്ന നല്ല അടിപൊളി കേളി വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇത്. ഗ്രീനും ബ്ലാക്കും
വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റാണ്. അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ. നല്ല സിൽവർ കളറാണ് കേട്ടോ. ഭയങ്കര ഭംഗിയുള്ള ലീഫായിട്ടുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് സെയിലിന് മീഡിയം സൈസ് കാണിക്കാനുണ്ട്. പക്ഷേ എല്ലാം കൂടെ വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇനിയും വേണ്ടവർ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ എല്ലാവർക്കും ഫോട്ടോസ് ഇട്ട് തരുന്നതാണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മദർ പ്ലാന്റുകൾ കാണിച്ചു തരാമെന്ന്. അതിനകത്തെ ഫസ്റ്റത്തെ റെഡ് ബുള്ളാണ് കേട്ടോ ഈ പ്ലാന്റ്. അടുത്ത നല്ല ബിഗ് ലീഫാവുന്ന നല്ല അടിപൊളി കേളി വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ അടുത്ത മദർ പ്ലാന്റ് ഇതാണ് കേട്ടോ. നല്ല ബുഷിയായ പ്ലാന്റാണ്. ഇതിനകത്തൊക്കെ ഒരുപാട് തൈകളാണ് കേട്ടോ. മൂൺലൈറ്റ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. നല്ല സൂപ്പർ ഭംഗിയുള്ള ഒരു ഗ്രീനും ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കളർ കോമ്പിനേഷനാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേക ഷേപ്പാട്ടോ ഇതിൻ്റെ ഓരോ ലിപ്സിനും. പിന്നെ അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ. ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റാണ്. പക്ഷേ നല്ല ബുഷിയായ പ്ലാന്റുമാണ് കേട്ടോ. റെഡും ബ്ലാക്കും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന നല്ല ഹെൽത്തി ആയ പ്ലാന്റാണ് കേട്ടോ ഇത്. അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ. നമ്മുടെ റെക്സ് ജൈവിൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിനകത്ത് 3-4 തൈകളുള്ള ബുഷിയായ പ്ലാന്റ് ആണ് കേട്ടോ ഇതും. കുറേ ലീവ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ പ്ലാന്റുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്ലാന്റും പോട്ട് മിക്സൊക്കെ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ നമ്പർ ഞാനിതാ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇൻഷാ അല്ലാഹ് വീണ്ടും ഞാൻ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ ദെൻ ബൈ.